ഇവളെയും കൊണ്ട് പോയാ മതി. അത് നടക്കത്തില്ല ആന്റി. ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തന്നെയാ ലച്ചുവിന്റെ കഴുത്തിലോട്ട് താലി വെച്ചു കൊടുത്തത്. ഇവളുടെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് കൂടെ പൊറപ്പിക്കാന്നൊന്നുമല്ല, അവൾക്കൊരു ജോലി വാങ്ങി കൊടുക്കാന്ന. അവളോട് ചോദിച്ചു നോക്ക്. ലച്ചു വന്നാ ഞാൻ അതിന് തയ്യാറാ. അമ്മു എങ്ങും വരുന്നില്ല. സഞ്ജയ് അവൾക്ക് ഡിവോഴ്സ് കൊടുത്താൽ മാത്രം മതി. അതെന്റെ ആവശ്യമല്ലേ, ഞാൻ റെഡിയാ. കല്യാണ നാടകം കഴിഞ്ഞ് 1 വർഷമായ സ്ഥിതിക്ക് ജോയിന്റ് പെറ്റീഷൻ കൊടുക്കാം. ഞങ്ങൾക്ക് സമ്മതം. പിന്നെ ഇവിടെ ചിലർക്കൊക്കെ ലച്ചു ഈ വീട് നിൽക്കുന്നതിനോട് വിയോജിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാനഡയിൽ പോയതുകൊണ്ടാ ലച്ചുവിനെ പറ്റി ഒന്നും അന്വേഷിക്കാൻ കഴിയാതെ പോയത്. ലച്ചുവിന് നല്ലൊരു ജോലിയും താമസ സ്ഥലവും കണ്ടെത്തിയിട്ട് ഞാൻ അവളെ അവിടെ എത്തിക്കാം. നിനക്ക് സമ്മതമല്ലേ ലച്ചു? ശ്രീകുട്ടി പറഞ്ഞതല്ലേ, അതൊന്നും വേണ്ട. ഇവളുടെ ഭർത്താവിനെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷമേ നിന്റെ വരവ് കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. ഇനി നീ നിന്റെ വഴിക്ക് അങ്ങ് പൊയ്ക്കോ. അമ്മു ഈ വീട്ടിലെ കുട്ടിയായി കഴിഞ്ഞു. ഇവള് ഞങ്ങൾക്കൊരു ബാധ്യതയോ ഭാരവോ അല്ല. കുട്ടികളുടെ മുത്തച്ഛൻ പറയും പോലെ ഞങ്ങളുടെ ഐശ്വര്യ അമ്മു. അപ്പോ ഇനി എനിക്ക് പോവാലോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി ചോദിക്കാനുണ്ടെങ്കിൽ ദാ ഇപ്പൊ ചോദിക്കാം. പോകാൻ വരട്ടെ. പോകുന്നതിന് മുമ്പായിട്ട് നിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നിട്ട് പോകും. ഞങ്ങളൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നിന്നെ വിളിക്കാം. പിന്നെ വീട് കണ്ടുപിടിച്ച് അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ ഞങ്ങളെ. ശരി ലച്ചു, നീ സ്വാതിയെ പോലെ നല്ല മനസ്സുള്ള ഒരാളുടെ കയ്യിൽ സുരക്ഷിതമായി എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി ഫാമിലി കോർട്ടിൽ വെച്ച് നമുക്ക് കാണാം. നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. എല്ലാവരോടും യാത്ര ചോദിക്കുന്നു. ശരി. ആരാ ആ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തന്നത്? അമ്മുവിന്റെ കല്യാണം നടത്തിയ ആള് തന്നെ. അയാൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ. ചന്ദ്രൻപിള്ള എന്നാ പേര്. അതീ കണ്ട പയ്യൻ തന്നെയാണോ മംഗലശ്ശേരി വന്നത്? അവൻ തന്നെയാ. ഇനിയും നിന്റെ സംശയം മാറിയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കവിത. അല്ല, ഈ ഒത്തുകളിയിൽ വിവരം തന്ന ആള് പങ്കാളിയാണെങ്കിലോ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടാ? സംശയിച്ച് നീ ഒരു സംശയരോഗിയായിരിക്കുക. സഞ്ജുവിന്റെ ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുത്തപ്പോ അവനല്ല മറ്റൊരാളാണ് സഞ്ജയ് എന്ന് പറഞ്ഞ അയാൾ ഫോട്ടോ അയച്ചത്. ആ ഫോട്ടോയിൽ കണ്ട പയ്യനാ അമ്മുവിനെ കാണാൻ മംഗലശ്ശേരി വന്നത്. 150 കിലോമീറ്റർ ദൂരെ കഴിയുന്ന ഒരാൾക്ക് മംഗലശ്ശേരി നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അറിയാനാ? അത് തന്നെ ഞാനും പറഞ്ഞത്. ഈ ഗൂഢാലോചനയിൽ അയാളും പങ്കാളിയാ. ദിനേശന് ഇതിന് പിന്നിലെ സൂത്രധാരൻ. അമ്മൂനെ കൊണ്ട് ഗൗതം ബന്ധപ്പെട്ടയാളെ ദിനേശൻ വിളിപ്പിച്ചു കാണും.
വരാൻ പോകുന്നവന്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു കാണും. നിന്നോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല കവിത. വീട്ടുപണിക്കാരി പെണ്ണിന്റെ ഭർത്താവിനെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സഞ്ജനയ്ക്ക് മംഗലശ്ശേരിയിലേക്കുള്ള വഴി എങ്ങനെ തുറന്നു കൊടുക്കാമെന്ന ഈ സമയം നീ അതിനുവേണ്ടി ആലോചിക്കും. നമ്മുടെ നേട്ടം ഇരിക്കുന്നത് അവിടെയാ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഗൗതം ആദ്യം പോയപ്പോ എന്താ അയാള് സഞ്ജയുടെ ഫോട്ടോ കാണിക്കാതിരുന്നത്? അവൾ അത് വിടാൻ ഭാവമില്ല. അന്നവന്റെ ഫോട്ടോ ഇല്ലാന്നല്ലേ ഗൗതത്തോട് അയാൾ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞത്. ഇപ്പൊ അയാളുടെ ഫോണിൽ ഫോട്ടോ വന്നെങ്കിൽ അത് സഞ്ജുവും ദിനേശനും അമ്മു വഴി അയാൾക്ക് അയച്ചു കൊടുത്തത് തന്നെയാ. നിന്റെ സംശയം ഞാൻ തീർത്തു തരും. ഇപ്പൊ കൈ കിട്ടിയ ഫോട്ടോയായി പെരുവണ്ണാപുരത്തുള്ള മറ്റു ചിലരെ കണ്ടാ പോരെ. ഗൗതം ബുദ്ധിമുട്ടണമെന്നില്ല, ഞാനത് മനസ്സിലാക്കിക്കോളാം. ഗൗതം തിടുക്കപ്പെടുന്നത് സഞ്ജനയെ സഞ്ജുവിന്റെ ഭാര്യയായി വാഴിക്കാനാ. കൂടെ നിൽക്കാമെന്ന് ഗൗരീനന്ദനയ്ക്ക് വാക്ക് കൊടുക്കുമ്പോഴും അതിനു പിന്നിലെ അപകടം ഞാൻ മനസ്സിലാക്കിയതാ. ഗൗരീനന്ദനയുടെ ഔദാര്യം പോലെ സഞ്ജുവിൽ നിന്ന് മംഗലശ്ശേരി ഗ്രൂപ്പ്സ് എനിക്ക് വിട്ടു തന്നെന്നും വരും. സഞ്ജുവിനെ തകർത്ത് കളയാൻ ശേഷിയുള്ള ആയുധം കയ്യിലുള്ളപ്പോ ഞാനെന്തിന് ഗൗരീനന്ദനയുടെ വരാന്ത കയറണം, അവളുടെ അടിമയായി നിൽക്കണം? ഗൗതം പെങ്ങൾക്കൊപ്പം പോവുമെന്ന കാര്യം ഉറപ്പാ. അതിൽ നിരാശപ്പെടാനൊന്നുമില്ല. കവിത മനസ്സിൽ കുറിച്ചതെന്താണെന്ന് കോമാളിയെപ്പോലെ പിന്നാലെ നടന്ന ഗൗതത്തിന് പോലും അറിയില്ല. കവിത സ്നേഹിച്ചത് ഗൗതത്തെയല്ല, ഗിരിയെയാ. എന്റെ മനസ്സിനെയും ശരീരത്തെയും തൊട്ടത് ഗിരി മാത്രമാണ്. ഗിരിയല്ലാതെ കവിതയ്ക്കൊരു പുരുഷനില്ല. നീയാണല്ലടാ ഈ നാണം കെട്ട പണിക്ക് പിന്നിൽ. പ്രബേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ആ വന്നിരിക്കുന്നവൻ അമ്മുവിന്റെ ഭർത്താവാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നമ്മൾ അമ്മുവിന്റെ ഭർത്താവിനെ കാണാത്ത സ്ഥിതിക്ക് അവനും അവളും പറയുന്നല്ലേ അംഗീകരിക്കാൻ പറ്റുമോ? അവള് വന്നോ? അത് ഞാൻ അറിഞ്ഞില്ല. അമ്മു വന്നു. അവൻ തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയുകയും ചെയ്തു. അവൾ അങ്ങനെ പറഞ്ഞു. ഭർത്താവ് അവൻ തന്നെയാണെങ്കിൽ അവളത് സമ്മതിക്കാൻ എന്തിനും അടിക്കണം? കള്ളി തന്നെ അവള്. ഏതോ ഒരുത്തന് വില കൊടുത്ത് അഭിനയിക്കാൻ കൊണ്ടുവന്നപ്പോ മനസ്സിൽ അല്പം പോലും കുറ്റബോധമില്ലാതെ സമ്മതിച്ചവൾ വഞ്ചകയല്ലാതെ മറ്റെന്താണ്? എനിക്ക് അവളെയും അവനെയും ഒന്നിച്ച് കാണണം. എന്റെ മുന്നിൽ വെച്ച് അമ്മ പറയുന്നത് എനിക്ക് കേൾക്കണം. ആ നിൽക്കുന്ന ഫ്രോഡാണ് എന്റെ ഭർത്താവെന്ന്. അവനെ കണ്ട അറിയില്ലടാ സകല അഭ്യാസങ്ങളും കടന്നു വന്നവനാണെന്ന്. അവനെ ചവിട്ടിക്കൂട്ടി അവന്റെ നെഞ്ചും കൂടും പൊളിച്ച് ഞാൻ സത്യം പുറത്തു കൊണ്ടുവരും. അവൻ പോയി. അവനെ പറഞ്ഞു വിട്ടിട്ടാണോടാ നീ എന്നെ കാണാൻ വന്നത്? പ്രബേട്ട എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നീ എന്താടാ പ്രഭാചന്ദ്രനെ പറ്റി കരുതിയത്? ഞാൻ നിന്നെ പോലെ അച്ചി വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന കിഴങ്ങനാണെന്നോ? അഭിമാനം പണയം വെച്ച് ഞാൻ ഇവിടെ കഴിച്ചു കൂട്ടുന്നതേ എന്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയാ. ആ റാസ്കൽ അമ്മുവിന്റെ ഭർത്താവല്ല. പ്രബേട്ടന് അതെങ്ങനെ അറിയാം? അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്നറിയാനേ ഞാൻ ആ നാട്ടിൽ പോയതാ. അമ്മുവിന്റെ കല്യാണം നടത്തി കൊടുത്ത ആൾക്കാരെ കണ്ടിട്ടാ ഞാൻ വന്നത്. പയ്യനെ ചൂണ്ടിക്കാണിച്ചു തരാൻ അവർക്ക് കഴിയാതെ പോയി. അതിനെപ്പറ്റി അവർക്കൊരു വിവരവുമില്ല. പക്ഷെ ഇപ്പൊ വന്നവൻ അമ്മുവിന്റെ ഭർത്താവാണെന്ന് അവള് പറഞ്ഞ അവന്റെ ഫോട്ടോയുമായി ഞാൻ ആ നാട്ടിൽ പോകുമെന്ന് അവളോട് പറയും. എന്റെ മുന്നിൽ നിന്ന് അവള് വിറയ്ക്കും. ഞാൻ എന്തിന് പെരുവണ്ണാപുരത്ത് പോണം? അവിടെ ഉള്ള ചിലരുടെ നമ്പർ വാങ്ങിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവന്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതവിടെ തീർന്നില്ലേ പ്രവേട്ട?
അവൻ നാളെ വന്ന് ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കില്ലെന്ന് നിനക്കെന്ത് ഉറപ്പാണുള്ളത്? ഈ വീട്ടിലുള്ളവർ ഇവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുമ്പോ അവനാണ് ഇവളുടെ ഭർത്താവെന്ന രേഖ വേണ്ടേ? അവൻ ഇവളെ കൊണ്ട് വിൽക്കില്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റൂ? ഇത്രയും കാലം ഇവളെ പോറ്റിയ ഈ വീട്ടുകാര് മറുപടി പറയണം. ഇവളെ എവിടെ നിന്നോ കൂട്ടിക്കൊണ്ടുവന്ന എന്റെ മോള് പ്രതിയാകും. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ല, അവന്റെ അഡ്രസ് നിങ്ങൾ ആരെങ്കിലും കുറിച്ച് വാങ്ങിയോ? അത് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാന്നും പറഞ്ഞ് അവൻ പോയി. ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആരാ ദിനേശ ഈ നാടകത്തിന്റെ പിന്നിലെ? നീയല്ലടാ അവളുടെ മുഖം രക്ഷിക്കാൻ അവനെ കൊണ്ടുവന്നത്. ഞാനോ? പ്രബേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഒരു ദിവസം എനിക്ക് സകല നിയന്ത്രണങ്ങളും തെറ്റും. പിന്നെ പ്രഭാചന്ദ്രനെ പിടിച്ചു നിർത്താൻ ദൈവത്തിന് പോലും കഴിയില്ല. എന്റെ മോളെ ഈ വിധത്തിലാക്കിയവരെയും അതിന് കൂട്ടുനിന്നവരെയും ഒന്നൊന്നായി ഞാൻ ചുട്ടിരിക്കും. സ്നേഹം നടിച്ച് കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ശിക്ഷ ഒന്നേ ഉള്ളൂ, മരണം. പ്രഭാചന്ദ്രന് ഇനി നോക്കാനൊന്നുമില്ല. മുന്നിൽ നേരത്തെ നിർത്തി വെടിവെച്ച് കൊല്ലും ഞാൻ. ഇറങ്ങിപ്പോടാ എന്റെ മുന്നിൽ നിന്ന്. നിക്കേ. ഇതിനും കൂടി മറുപടി തന്നിട്ട് പോ. സഞ്ജയ് എന്ന് തന്നെ പേര് പറയാൻ എന്താടാ ദിനേശ കാരണം? വേറൊരു പേരും അവന് പറയാൻ തോന്നിയില്ലേ? അത് അവന്റെ പേര് അതായിരിക്കും. തട്ടിപ്പിന് വരുന്ന ആരെങ്കിലും സ്വന്തം പേര് പറഞ്ഞ ചരിത്രമുണ്ടോടോ ദിനേശ? ഒരാൾക്ക് പോലും എന്നെ മുന്നിൽ മാപ്പരയ്ക്കാനുള്ള അർഹതയില്ല. വിചാരണ പോലും ഇല്ലാത്ത കോടതി എന്റേത്. നീ ഓർത്തു വെച്ചോ. ഓടാ. ദിനേശൻ മുകളിലേക്ക് വന്നത് സഞ്ജുവിനെ കാണാനാവും. സഞ്ജുവിനെ കണ്ടിട്ടാണോ ദിനേശൻ വിഷമിച്ച് നിൽക്കുന്നതെന്നും അറിയില്ല. ദിനേശൻ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. മോനെ സഞ്ജു. സഞ്ജുവിനെ കാണാൻ തന്നെയാ ദിനേശന്റെ വരവ്. മോനെ സഞ്ജു. അമ്മുവിന്റെ ഭർത്താവെന്ന് പറഞ്ഞു വന്നവനെ പറ്റിയാവും ദിനേശന് സഞ്ജു സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ഒത്തുകളിയാണോന്ന് സംസാരം കേട്ടാലറിയാം. സ്റ്റോപ്പ് ഇറ്റ്. അങ്കിൾ ഈ കാണിച്ചതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വല്ല ബോധമുണ്ടോ? മോനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്കിൾ ഇനി എന്ത് പറയാനാ?
അമ്മുവിന്റെ ഭർത്താവായി ഒരുത്തനെ കൊണ്ടുവന്ന തീരാവുന്ന പ്രശ്നങ്ങളാണോ എന്റെ ലൈഫിലുള്ളത്? കവിത അവളുടെ പിയ ഗൗതത്തെ നിന്റെ ഫോട്ടോയായിട്ട് പെരുവണ്ണാപ്പുറത്തേക്ക് അയക്കാനുള്ള പ്ലാനിങ്ങിലാ. അതറിയോ നിനക്ക്? അങ്ങനെ സംഭവിച്ച അവിടെ ആരാ പറയാത്തത്? ആ ഫോട്ടോയിൽ കാണുന്ന പയ്യനാ ലച്ചുന്റെ ഭർത്താവെന്ന്. മോനെ, കവിത ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഇപ്പൊ സഞ്ജയ് എന്നൊരാൾ വന്നു. രാജു അമ്മുവിനെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്തു. അമ്മുവിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ് വരാതിരുന്നപ്പോ അവനാ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് കവിത ഉൾപ്പെടെ ഇവിടെ ഉള്ളവരെ എല്ലാവരും വിശ്വസിച്ചു. ആരാ അവൻ? അങ്കിള് കൊണ്ടുവന്ന നിലയ്ക്ക് അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും കുഴപ്പം പിടിച്ചതാവും. നീ പറയുന്നത് ശരി തന്നെയാ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു നല്ല പയ്യന്മാർ അറിഞ്ഞു വെച്ച് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്ന് തലവെച്ചു കൊടുക്കൂ. ആ, അപ്പൊ അതേപ്പറ്റി അങ്കിളിന് നല്ല ബോധ്യമുണ്ടല്ലോ. അവ എന്തൊക്കെ തരീട കാണിച്ചാലും അവൻ എന്നെ ചതിക്കില്ല. ചതിക്കില്ല പോലും. അതിന് എന്തുറപ്പാ അങ്കിളിനുള്ളത്? ഇങ്ങനെ ഒരാൾ വരുന്ന വിവരം അങ്കിളിന് എന്നോട് പറയാറുന്നില്ലേ? ഞാനത് പറഞ്ഞ നീയോ അമ്മോ സമ്മതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇവിടെ എല്ലാവർക്കും അറിയേണ്ടത് അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്നല്ലേ? അങ്ങനെ അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന് ഇവിടെ ഉള്ളവരുടെ അന്വേഷണത്തിനും ചോദ്യത്തിനും ഇതോടെ ഉത്തരമായി. നിനക്കറിയോ, കവിത വിശ്വസിച്ച് വച്ചിരിക്കുന്നത് അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്നാ. അതിന് കാരണം അവൾ ആരെയോ അമ്മുവിന്റെ നാട്ടിലേക്ക് അയച്ചപ്പോ അവൾ ആ പയ്യന്റെ പേര് പറഞ്ഞു. എടാ മോനെ, നിന്റെ കഷ്ടകാലത്തിന് അവന്റെ പേരും നിന്റെ പേരും ഒന്നായിപ്പോയി. അങ്കിള് പെട്ടെന്ന് എന്തിനാ ടോൺ മാറ്റി? ഇയാൾക്ക് വട്ടായോ? അത് വച്ച് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് കവിത മനസ്സിൽ കണ്ടു. ദിനേശനങ്ങളെ നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മാത്രം മതി. മോനെ, കവിത ബിസിനസ്സിൽ കൈയടത്തിയത് സഞ്ജയ് എന്ന പേര് കേട്ട അറിവ് വെച്ച. ഞാനിത് വല്ലതും അറിഞ്ഞു പിന്നെയല്ലേ കാര്യം പിടികിട്ടിയത്. നിന്നോട് ഞാനിത് പറയാതിരുന്നത് കവിത ഏതറ്റം വരെ പോകുമെന്ന് കാണാൻ വേണ്ടി മാത്രം തന്നെയാ. നീ ഒരു മണ്ടനല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സംസാരിക്കുന്ന മനസ്സിലാക്കാനുള്ള ബുദ്ധിയും നിനക്കുണ്ട്. കവിത ഉള്ളുകൊണ്ട് മോഹിച്ചത് എന്താണെന്നോ ഞാൻ പറഞ്ഞുതരാം. ജനലിന്റെ കർട്ടന്റെ പിന്നിൽ ക്യാമറ വെച്ച് കവിത പുറത്തുണ്ട്. ഒരു കാരണവശാലും നീ ഇപ്പൊ അങ്ങോട്ട് നോക്കരുത്. ഇപ്പൊ മനസ്സിലായില്ലേ? മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ MD ആവണം കവിതയ്ക്ക്. അത് തന്നെ അവളുടെ ഉള്ളിലിരിപ്പ്. അപ്പച്ചി പറഞ്ഞത് ശരിയല്ല അങ്കിൾ. എനിക്ക് ബിസിനസ്സിൽ കാര്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. സ്വാതിയുടെ കാര്യങ്ങളുമായി ഞാൻ ഓട്ടത്തിലായിരുന്നില്ലേ? പക്ഷേ എന്നെ അപ്പച്ചി അമ്മുവിന്റെ കാര്യത്തിൽ ഇത്രമാത്രം സംശയിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് തെറ്റായി എന്തെങ്കിലും ഉണ്ടായാ ഞാൻ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഇത് വെച്ചാണല്ലേ അപ്പച്ചി അമ്മുവിനെ അടിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത്. എന്തായാലും അത് വലിയ കഷ്ടമായി പോയി. ഞാനിത് വല്ലതും അറിഞ്ഞോ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി അവൾ എന്ത് ചെയ്യാനാ? അവള് വിശ്വസിച്ചതൊക്കെ തെറ്റിദ്ധാരണയാണ് തെളിഞ്ഞില്ലേ? പിന്നെ ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത് സഞ്ജയ് മടങ്ങി പോകുന്നതിന് മുമ്പ് അമ്മുവായിട്ടുള്ള ഡിവേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയാനാണ്. അവനും അത് വലിയ അത്യാവശ്യമായിട്ടിരിക്കുക. അതിനെന്താ, നമുക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നീ എത്രമാത്രം അപകടത്തിലെത്തി നിൽക്കുന്നെന്ന്? ഇനി പറ, ഞാൻ ഇങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് അങ്കിളെ, ഞാൻ പിന്നെ നീ ഇനി ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് പുറത്തേക്ക് വാ.
പെണ്ണ് ശ്രീകുട്ടി എങ്ങോട്ടാ കൊണ്ടുപോയത്? എന്തായാലും അയാള് വന്നല്ലോ. നാശം, അവളെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ല. ചേച്ചി ഇന്ന് തേൻ പുരട്ടി വിളിയുമായി കൂടിക്കോളും. എനിക്കിന്ന് വലിയ സന്തോഷമുള്ള ദിവസമോ. നീ പറയാതെ തന്നെ നിന്റെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞു. നേരിട്ട് തന്നെ വന്നു. ആരെയും വകവെച്ച് കൊടുക്കുന്ന ആളൊന്നുമല്ല. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്നത് പോലെ മറുപടി. ഡിവോഴ്സിന് സമ്മതമാണെന്ന് കൂടി പറഞ്ഞപ്പോ സമാധാനമായി. നമ്മള് കരുതിയ പോലെ കക്ഷിയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അതല്ല രസം, അയാളുടെ പേരും സഞ്ജയ് എന്നാ.